ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ബ്രദറിൻ്റെ കല്യാണമാണ് ഈ മാസം 28-ാം തീയതി ബുധനാഴ്ച. അപ്പം ഞങ്ങൾ ഡ്രസ്സും ഗോൾഡും ഒക്കെ പർച്ചേസ് ചെയ്തായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം എനിക്കും എൻ്റെ മോക്കും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഡ്രസ്സ് വാങ്ങിച്ച് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ കാണിക്കുന്ന ഡ്രസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ ഇതാണ് എൻ്റെ കല്യാണത്തിന് കൊടുക്കാനുള്ള സാരി. ഇത് ഇതിനകത്ത് കാണിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. ഇതിനേക്കാൾ ഇച്ചിരി കൂടി ഡാർക്ക് കളറാണ്, ചില്ലി റെഡ് കളറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സെയിം ബ്ലൗസ് അല്ല എടുത്തേക്കുന്നത്, ഇതിന് വേറൊരു ബ്ലൗസാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ കാണിക്കാം. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. രണ്ടും സാരിയും ബ്ലൗസും സെയിം ആയി കഴിഞ്ഞ് വൃത്തികേടായതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു. ചില്ലി റെഡും റോയൽ ബ്ലൂവും ആണ് കളർ കേട്ടോ. പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഷർട്ടാണ്. ഇതാണ് കല്യാണത്തിന് ഇടാൻ വാങ്ങിച്ചത്. എൻ്റെ സെയിം കളർ സാരിയുടെ കളർ വാങ്ങിക്കാൻ പറ്റില്ല, കാരണം അത് റെഡ് കളറാണല്ലോ. അപ്പം ഞാൻ അതിൻ്റെ ബ്ലൗസിന് ചേരുന്ന രീതിയിലൊരു കളർ, ആ സെയിം കളർ കിട്ടിയില്ല, എന്നാലും നീല ഷെയ്ഡാണ്. അപ്പം ഞാൻ അത് തന്നെ നോക്കി. അപ്പോൾ ഇതിൻ്റെ മുണ്ട് ഇനി അടുത്തതായിട്ട് കാണിക്കാം. മുണ്ട് ഷർട്ടിൻ്റെ കളർ വരുന്ന ബോർഡറാണ് കേട്ടോ. ഷർട്ടിൻ്റെ കളർ വരുന്ന ബോർഡറും പിന്നെ രണ്ട് സൈഡ് ലൈനായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡും കൊടുത്തിട്ടുണ്ട്. ഇതാണ് മുണ്ട്. ഇനി അടുത്ത എൻ്റെ മോടെ ലഹങ്കയാണ്. ഇതൊരു ലാവണ്ടർ കളറല്ല, എന്നാലും ആ ഒരു ഷെയ്ഡൊക്കെ വരുന്നത്. അതിലൊരു സിൽവർ സീക്വൻസൊക്കെ വെച്ച് കൈ പഫൊക്കെ ഉള്ളതാണ്. ഇത് ഫാഷനിലെ ഒരു ഡിസൈനാണിത്. അതിന് ഷാളും ഉണ്ട്. ഷാള് സെയിം കളർ തന്നെയാണ്. പിന്നെ എൻ്റെ ബ്ലൗസെന്ന് വെച്ചാൽ, ബ്ലൗസല്ല, പാവാടയെന്ന് വെച്ചാൽ ഇതാണ് പാവാട. അതുപോലെ സീക്വൻസ് വെച്ച് വരുന്ന പാവാടയാണ്. അടുത്തതായിട്ട് വെച്ചാൽ എൻ്റെ മോൻ്റെ ഡ്രസ്സാണ്. ബ്ലാക്കേൽ അത് സിൽവറല്ല, അതും ബ്ലാക്ക് പോലെ, ബ്ലാക്ക് തന്നെ സീക്വൻസ് വെച്ച സൈഡിലൊരു ഡിസൈനിൽ ചെയിനും ഒക്കെ വെച്ചിട്ടൊരു ഭംഗിയായിട്ട് ഒരു നല്ലൊരു ഡ്രസ്സാണ്. കുർത്തയും പാൻറ്റ്. ഇതിന് പാൻറ്റുണ്ട്. പാൻറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് പാൻറ്റാണ്. വൈറ്റ് പാൻറ്റും കുർത്തയാണ് അവൻ എടുത്തേക്കുന്നത്. പിന്നെ കല്യാണത്തിൻ്റെ ഡ്രസ്സും കൂടാതെ അന്ന് വൈകിട്ടാണ് അടുക്കള കാണൽ. അപ്പോൾ അതിൻ്റെ ഒരു റിസപ്ഷനൊന്നുമില്ല, ഒരു അടുക്കള കാണൽ പോലെ ഉള്ളൂ. അവരുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടുകാരും പിന്നെ കുറച്ച് ബന്ധുക്കളുമായിട്ടുള്ള ചെറിയൊരു പരിപാടി. അപ്പോൾ അതിന് വേണ്ടി ഇടാൻ വാങ്ങിച്ചതാണ് ഈ സാരി. ഇതിൽ ഗോൾഡൻ സീക്വൻസ് വന്ന് താഴെ ബോർഡറിൽ മാത്രം ഇങ്ങനെ ഒരു ലേസ് പോലെ സീക്വൻസ്, അതിന് ലേസ് പോലെ താഴെ വരെ രണ്ട് സൈഡും ഉണ്ട്. പിന്നെ അല്ലാതെ ചെറിയ ചെറിയ ഡോട്ടുകൾ പോലെ സാരി ഫുള്ള് ഇങ്ങനെയാണ് ഈ സാരിയുടെ ഡിസൈന്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ ഷർട്ടാണ്. അതിൻ്റെ സെയിം കളർ കിട്ടിയില്ല. അപ്പോൾ അതിനുമായിട്ടൊരു മാച്ച് ചെയ്യുന്ന കളറൊന്നും പറയാൻ പറ്റത്തില്ല, എന്നാലും ഏകദേശം ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതെടുത്തത്. ഇതാ ചേട്ടൻ്റെ ഷർട്ട്. അടുത്തതെന്ന് വെച്ചാൽ മോഡെ ഡ്രസ്സാണ്. മോഡെ ഡ്രസ്സെന്ന് വെച്ചാൽ കോട്ടൻ്റെ. ഇവർക്ക് ഞാനിങ്ങനത്തെ കൂടുതൽ കോട്ടൻ്റെ വാങ്ങിക്കാറില്ല, പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ബാഗ് കൂടെ ഉണ്ട്. ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ടോപ്പും ഒരു ബാഗും കൂടെ വരുന്നത്. അടുത്തത് എൻ്റെ മോൻ്റെ ഡ്രസ്സാണ്. മോൻ്റെ അവിടെ ഏകദേശം ആ ഒരു കളറാണ്. അത്രയും ആ കളർ വരുന്നില്ലെങ്കിലും ഒരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു 3/4 പോലൊരു നിക്കറും ഉണ്ട്. അപ്പോൾ ഇതാണ് അവൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഡ്രസ്സിൻ്റെയൊക്കെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോ ആയിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. ഇനിയും ഞാൻ മേക്കപ്പൊക്കെ വാങ്ങിച്ചത്, മാല, വള, ഇതൊക്കെ വാങ്ങിച്ച വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ അതിൻ്റെ പുറകെ തന്നെ കല്യാണത്തിൻ്റെയും അടുക്കള കാണലിൻ്റെയും പാർട്ടിയുടെ എല്ലാം വീഡിയോ ഇടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും സഹകരിക്കുക. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിത് യൂട്യൂബ് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ടാറ്റാ, ബൈ ബൈ.